الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഇഷ്ടവും സ്നേഹവും അടുപ്പവുമൊക്കെ ലഭിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കാറുണ്ട്. എങ്കിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യേണ്ട, നമ്മെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ ഇഷ്ടവും സ്നേഹവും അടുപ്പവും ലഭിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ വിശ്വാസികൾ ചെയ്യണമെന്നത് അള്ളാഹു മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഓതിവെച്ച പരിശുദ്ധ ഖുർആനിലെ സൂറ മാഇദയിലെ 35-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് അതാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം.
എന്നിട്ട് ഖുർആൻ പറഞ്ഞു വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിനോട് വസീലയെ തേടണം എന്ന് ഖുർആൻ പറഞ്ഞു. അവിടെ ഖുർആൻ അവസാനിപ്പിച്ചിട്ടില്ല. വജാഹിദൂ ഫീ സബീലിഹി, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യണം, കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാകണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം, വിജയം നിങ്ങൾക്ക് ലഭിക്കാം എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. ഈ ആയത്തിലൂടെ 3 കാര്യങ്ങളാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായി സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് ഖുർആൻ പറഞ്ഞു ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. രണ്ടാമതായി പറഞ്ഞത് വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിനോട് വസീലയെ തേടണം എന്നത് ഖുർആനാണ് പറഞ്ഞത്. പലപ്പോഴും ഈ ഒരു പദത്തെ ഇന്ന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പലപ്പോഴും ഏറ്റവും വലിയ തിന്മയും കുഫറിലേക്കും എത്തിച്ചേരാൻ കാരണമാകുന്നതും ഈ ഖുർആൻ പഠിപ്പിച്ച അള്ളാഹുവിലേക്കുള്ള വസീലയെ, അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തെ നിങ്ങൾ തേടണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതു മാർഗത്തിലാണ് അള്ളാഹുവിനോടുള്ള അടുപ്പവും ഇഷ്ടവും സ്നേഹവും വെച്ച് പുലർത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ഖുർആനും ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ ചെയ്തു കൂട്ടിക്കൊണ്ട് ഏറ്റവും വലിയ തിന്മയിലേക്ക്, കൊടിയ ശിർക്കിലേക്ക് മനുഷ്യൻ ചെന്നു ചേരാറുണ്ട് എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഈ ആയത്തിന് വിശദീകരിക്കുന്ന പ്രമുഖ തഫ്സീർ പണ്ഡിതന്മാരെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞത് അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തെക്കുറിച്ചാണ്. ഒന്നാമത്തത് മനസ്സിലാക്കാനുള്ളത്, എന്തിന് തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഈ ആയത്തിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പലപ്പോഴും സാധാരണക്കാരായ ആളുകളെ ഏറ്റവും വലിയ കുഫറിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് തഫ്സീർ പണ്ഡിതന്മാർ വിശദീകരിച്ച വിശദീകരണത്തെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇമാം ബൈളാവി റഹിമഹുല്ല പറഞ്ഞു, അൽ വസീല, വസീല എന്ന് പറഞ്ഞാൽ മിൻ ഫിഅലി അത്വാഅതി വതർക്കി അൽ മആസി, പാപങ്ങളെ വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം ജലാലൈനി റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, മാ യുഖരിബുകും ഇലൈഹി മിൻ ത്വാഅതിഹി, അള്ളാഹുവിനെ യഥാവിധി അനുസരിച്ച് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യലാണ് വസീല എന്നതുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം തൊബരി റഹിമഹുല്ല അവിടുന്ന് വിശദീകരിച്ചു, യഅനി അൽ വസീല, വസീല എന്ന് പറഞ്ഞാൽ അൽ ഖുർബ, അള്ളാഹുവിലേക്കുള്ള അടുപ്പമാണ്. അമലുൻ സ്വാലിഹുൻ മശ്റൂഉൻ, അള്ളാഹു മതത്തിൽ പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ എന്താണോ, മതനിയമങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അത് വെച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങളാണ് യതഖറബു അൽ മുസ്ലിം ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ച ശറഈയായ മതനിയമങ്ങൾ അനുസരിച്ച് എന്താണോ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ ഒരു മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത്, അതാണ് വസീല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് കൃത്യമായി പഠിപ്പിച്ചു. വാജിബാത്തും മുസ്തഹബ്ബാത്തുമായ ഒട്ടനവധി കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. ആ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് വസീല എന്ന് പറഞ്ഞാൽ, തവസ്സുൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്നത്. മറിച്ച് ഈ ആയത്തിനെയൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പലപ്പോഴും ഹറാമുകളും മക്രൂഹാത്തുകളും പ്രവർത്തിച്ചുകൊണ്ട് തിന്മയിലേക്ക് പോകുന്ന ആളുകളെ കാണാൻ കഴിയും. എന്നാൽ ഈ ഖുർആനിൻ്റെ ആയത്തുകൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ എന്താണ് വസീല എന്നത് പ്രമുഖ തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. അള്ളാഹു അവൻ്റെ മതം പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ അള്ളാഹുവിലെ അടുക്കാൻ വേണ്ട കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് ജീവിതത്തിൽ പ്രവർത്തിക്കലാണ് അൽ വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി ഇന്നത്തെ ഖുതുബയിൽ ഞാൻ വളരെ സരളമായി നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരാൻ ഉദ്ദേശിക്കുന്നതും എന്താണ് തവസ്സുൽ, എന്താണ് വസീലത്ത്, എന്താണ് ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങളെക്കുറിച്ച് കൃത്യമായി വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് അത്തവസ്സുൽ ഇലല്ലാഹ് ബിഇസ്മിൻ മിൻ അസ്മാഇൽ ഹുസ്ന,
അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ, ആ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് ഖുർആൻ പഠിപ്പിച്ച മാർഗം. അത് കൃത്യമായി ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ സംസാരിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിൽ 180-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഉത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. 99 നാമങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എത്ര പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീണ്ടും ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹു എന്നോ അതല്ലെങ്കിൽ റഹ്മാൻ എന്നോ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുക. സഹോദരങ്ങളെ, ദിനം പ്രതി ഞാനും നിങ്ങളും നമസ്കാരത്തിന് ശേഷം, സുന്നത്തു നമസ്കാരത്തിന് ശേഷം, ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുന്ന സന്ദർഭത്തിൽ എത്ര സമയം നമ്മെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന, അള്ളാഹുവെ നീ എന്നെ സഹായിക്കണം, എൻ്റെ ജീവിതത്തിൽ രോഗമാണ്, അള്ളാഹുവെ രോഗം മാറ്റി തരണം, വല്ലാത്ത കടബാധ്യതയാണ്, കടം മാറ്റി തരണം, കുടുംബത്തിൽ പ്രശ്നമാണ്, അള്ളാഹുവെ സൗഖ്യം നൽകണം, സന്തോഷം നൽകണം. ഇത്തരത്തിലല്ല വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ ഖുർആൻ പഠിപ്പിച്ചത്. യാ റഹ്മാൻ ഇർഹംനി, അള്ളാഹുവെ നീ റഹ്മാനാണ്, നീ എനിക്ക് കരുണ ചെയ്യണം. യാ ഗഫാർ ഇഗ്ഫിർലി, നീ ഗഫാറാണ്, നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണം. യാ തവ്വാബ് വതുബ് അലൈഹി, അള്ളാഹുവെ നീ തവ്വാബാണ്, നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, എനിക്ക് പശ്ചാത്താപം നൽകണേ. യാ സിത്തീർ, എല്ലാ ന്യൂനതകളും മറച്ചു വെക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അതുകൊണ്ട് സിത്തീറായ റബ്ബേ, എൻ്റെ പാപങ്ങൾ മുഴുവൻ നീ മായിച്ചു കളയണം, പൊറുത്തു തരണം എന്നൊക്കെ പ്രാർത്ഥിക്കാൻ കൃത്യമായി കഴിയണം. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ അള്ളാഹുവിൻ്റെ ഇസ്മുകളും അവൻ്റെ സിഫാത്തുകളും വിവരിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ദിനം പ്രതി എത്ര തവണയാണ് കൈകെട്ടി അള്ളാഹുവിനോട് സൂറത്തുൽ ഫാത്തിഹ സഹോദരങ്ങളെ ഓതിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമത്തെ വിളിച്ചു പറയുന്നുണ്ട്, അവൻ്റെ സിഫാത്തുകളെ അംഗീകരിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ആയത്ത് തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിൻ്റെ സൃഷ്ടാവായ പടച്ച റബ്ബ്, ലോകങ്ങളുടെ സൃഷ്ടിച്ച ഈ ലോകത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. അർ-റഹ്മാനിർ റഹീം, പരമകാരുണികനാണ് നീ, പരമകാരുണികനാണ്, റഹ്മാനും റഹീമുമാണ്. അവിടെയോ അവസാനിപ്പിച്ചില്ല. മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് നീ. അപ്പോൾ അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹുവെ നീയാണ് പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ളവൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഈ ക്വാളിറ്റിയുള്ള നാഥ, നിന്നോട് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, നിന്നോട് മാത്രമാണ് എനിക്ക് സഹായാർത്ഥന നടത്താനുള്ളത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നോക്കൂ സഹോദരങ്ങളെ, പിന്നീട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചു, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അവൻ്റെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവാണ് പഠിപ്പിച്ചത് എങ്ങനെ വിശ്വാസികൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിച്ചത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ഇങ്ങനെ തുടങ്ങുന്ന ഏറ്റവും നല്ല മാർഗം അള്ളാഹുവേ നീ എനിക്ക് കാണിച്ചു തരണം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരോടൊപ്പം അള്ളാഹുവേ എന്നെ വഴി നടത്തണം. ഇങ്ങനൊക്കെ അള്ളാഹുവിനോട് അവൻ്റെ നാമഗുണവിശേഷണങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ സഹോദരങ്ങളെ എത്ര കാണാൻ കഴിയും. വെറുതെ കൈകൾ ഉയർത്തി വെറുതെ ചോദിക്കലല്ല സഹോദരങ്ങളെ. ഇന്ന് രാവിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉച്ചരിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിൽ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ 2 നാമങ്ങളെ ഉയർത്തി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളും പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഖുർആൻ പഠിപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു ആരാണ് എന്നത് കൃത്യമായി ഖുർആൻ പറഞ്ഞു. അള്ളാഹു ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഖയ്യൂമാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. റസൂലുള്ള പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്,
എല്ലാം നിയന്ത്രിക്കുന്ന നാഥ, എല്ലാം അറിയുന്ന നാഥ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബേ, അസ്ലിഹ് ലീ ശഅനി കുല്ല, എൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുവെ നീ ഒന്ന് നന്നാക്കി കൊണ്ടുവാ. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചില്ലേ, പഠിപ്പിച്ചില്ലേ സഹോദരങ്ങളെ? നോക്കൂ, മഴയില്ലാത്ത അവസരങ്ങൾ വരാറുണ്ട്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി വസീല ചോദിക്കാൻ ഖുർആൻ പഠിപ്പിച്ചത് കാണാം. മഴയില്ലയോ, മഴയില്ലാത്ത അവസരത്തിലാണെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്നത് കാർമേഘങ്ങളെ സഞ്ചരിപ്പിക്കുന്ന നാഥാ, നീ ഞങ്ങൾക്ക് മഴ നൽകണേ എന്നതാണ്. കാർമേഘത്തെ സഞ്ചരിപ്പിക്കാൻ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും കഴിയില്ല എന്ന സത്യം അള്ളാഹുവിനോട് വിളിച്ചു പറയുകയാണ് സഹോദരങ്ങളെ. അത്തരത്തിൽ മക്കളില്ലാത്ത ആളുകൾ ജാറങ്ങളിലേക്ക് സഞ്ചരിക്കലല്ല, മരിച്ചു മൺമറഞ്ഞു പോയവരോട് സഹായാർത്ഥന നടത്തലല്ല, മറിച്ച് ഖുർആൻ പഠിപ്പിച്ചത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ പാഠമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വാർദ്ധക്യത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹുവെ കുഞ്ഞിനെ കൊടുക്കാൻ കഴിവുള്ളവനായ നാഥാ, നീ എനിക്ക് കുഞ്ഞിനെ നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം. രോഗാവസ്ഥയാണോ, നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളാണോ, ജീവിതത്തിൽ പരിശോധനയ്ക്ക് വിധേയമായി എത്ര ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങിയിട്ടും രോഗത്തിന് ശമനമില്ലേ? നമുക്ക് പ്രതീക്ഷ കൈവിടാൻ പറ്റില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം രോഗിയായി അവിടുന്ന് ആളുകൾ അകന്നുപോയിട്ടുണ്ടെങ്കിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ റബ്ബിൻ്റെ സഹായം വന്നിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമയെ ശമനം നൽകാൻ കഴിവുള്ള നാഥ, നീ എൻ്റെ രോഗത്തിനും ശമനം നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. എല്ലാ പ്രഭാതത്തിലും ഒരുപക്ഷേ നമ്മൾ റമദാനിൻ്റെ പകലും രാത്രിയും അവസാനത്തെ 10 ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയിലും അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ നീ അഫുവാണ്, മാപ്പ് നൽകുന്നവനാണ്, ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അവിടൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. നോക്കൂ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരുവൻ ചൊല്ലണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചു. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്. റബ്ബിനെ അല്ലാഹു റബ്ബാണ് എന്ന് ഒരു സത്യവിശ്വാസി അംഗീകരിക്കുകയാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി, ആരാധനയ്ക്ക് അർഹനായ അല്ലാഹുവേ നീ അല്ലാതെ മറ്റാരുമില്ല. ഖലഖതനി, നീ എന്നെ സൃഷ്ടിച്ചു. വഅന അബ്ദുക്, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. മനുഷ്യൻ സമ്മതിക്കുകയാണ് അള്ളാഹുവിൻ്റെ എല്ലാ ഗുണങ്ങളും അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മുകളും പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അള്ളാഹുവേ, ജീവിതത്തിൽ എമ്പാടും തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്, നീ എനിക്ക് പുറത്തു തരണേ നാഥാ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ കഴിയണം. രോഗികളായി കഴിയുന്ന ആളുകളുണ്ട്, അവരുടെ ശരീരത്തിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചതെന്താ? അല്ലാഹുമ്മിശ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉ ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അവിടെയും പ്രഖ്യാപിച്ചു അല്ലാഹുമ്മ, അല്ലാഹുവേ ഇശ്ഫി അൻത ഷാഫി, നീ ഷാഫിയാണ്. രോഗം എത്ര കഠിനമാണെങ്കിലും ആ രോഗത്തിന് ശമനം നൽകാൻ കഴിവുള്ള നാഥാ, ഇദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശമനം നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. ശരീരത്തിൽ അലട്ടുന്ന വേദനകൾ ഉണ്ടാകാറുണ്ട്, പലപ്പോഴും പല രാത്രികളും ഉറക്കം കെടുത്താറുണ്ട് സഹോദരങ്ങളെ. അത്തരത്തിൽ വേദന സംഭവിക്കുന്ന സമയം അവിടുന്ന് പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന എത്ര ആവർത്തി ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു സുന്നത്തായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ? നിങ്ങൾ 3 ആവർത്തി ബിസ്മില്ലാ 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 എന്ന് തുടങ്ങി 3 തവണ വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ കൈവച്ചു പ്രാർത്ഥിക്കണം. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതി മിൻ ശർരി മാ അജിദു വഉഹാദിർ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, നിന്റെ കുദ്റത്ത്, നിന്റെ പ്രതാപത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയപ്പെടുന്നത്, ഞാൻ പ്രയാസപ്പെടുന്നത്, ഞാൻ വേദനിക്കുന്ന ബുദ്ധിമുട്ട്, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറിത്തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം? 7 തവണ വേദനയുള്ള ഭാഗത്ത് കൈവച്ചു പ്രാർത്ഥിക്കാൻ. അതൊരു മന്ത്രമായി ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദര സഹോദരി, എത്ര ആവർത്തി ഈ സുന്നത്തുകൾ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും രോഗം മാറ്റിത്തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ ഉദ്ധരിച്ച് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇതാണ് വസീലയുടെ മാർഗം എന്നതിനെക്കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. രണ്ടാമതായി എന്താണ് തവസ്സുൽ എന്ന് പഠിക്കുമ്പോൾ ഖുർആൻ പഠിപ്പിച്ചത് അത്തവസ്സുൽ ഇലല്ലാഹ് ബിൽ ഈമാനി വഅമലു സ്വാലിഹാത്ത്.
ഈമാനും അമലു സാലിഹാത്തും വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രഖ്യാപിക്കണം സഹോദരങ്ങളെ. രണ്ടാമതായി പറഞ്ഞത് അമലു സാലിഹാത്താണ്. ഖുർആൻ പരിശോധിക്കുമ്പോൾ കാണാം, ഖുർആൻ പറഞ്ഞു അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. നോക്കൂ, ഖുർആൻ എന്താ പറഞ്ഞത്? വിശ്വാസികളുടെ ഗുണമായി അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് അവർ പ്രാർത്ഥിക്കും, റബ്ബനാ ഇന്നനാ ആമന്നാ, ഞങ്ങളുടെ റബ്ബേ ഞങ്ങളിതാ നിന്നിൽ വിശ്വസിച്ചിരിക്കുകയാണ് റബ്ബേ. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നത് അള്ളാഹുവിനോട് എടുത്തു പറയുക, അള്ളാഹുവേ ഞാനിതാ നിന്റെ ദീനിൽ അടിയുറച്ച് നിന്നിൽ തൃപ്തിപ്പെട്ട് ഇതാ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫഗ്ഫിർ ലനാ ദുനൂബനാ, അള്ളാഹുവേ എൻ്റെ ദുനൂബാത്തുകൾ, ഞാൻ രഹസ്യമായി പരസ്യമായി എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തിറണം. വഖിനാ അദാബൻ നാർ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ എന്നത് അള്ളാഹുവിനോട് പറയണം. അപ്പോൾ വിശ്വാസത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇനിയും ഖുർആൻ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, വിശ്വാസത്തിലേക്ക് ക്ഷണിച്ച കുറച്ചാളുകൾ, പ്രബോധനം ചെയ്ത ആളുകളാണ് ആ വിശ്വാസികൾ. ആ പ്രബോധകർ അവർ വിളിച്ചത് എന്തിലേക്കാണ്? ആമിനൂ ബി റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം. ഫആമന്ന, അങ്ങനെ അവർ വിളിച്ചപ്പോൾ ഞങ്ങളിതാ അള്ളാഹുവെ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തു ചെയ്യണം? റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തിറണം. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളെമ്പാടും തെറ്റുകൾ ചെയ്തു പോയി റബ്ബേ, അതുകൊണ്ട് പാപങ്ങൾ മുഴുവൻ നീ അങ്ങ് മായ്ച്ചു തരണം. എന്നിട്ട് വീണ്ടും പറഞ്ഞു വതവഫനാ മഅൽ അബ്റാർ, ഏറ്റവും നല്ല പുണ്യാളന്മാരോടൊപ്പം ഞങ്ങളുടെ മരണം അങ്ങനെ സംഭവിപ്പിക്കണേ. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അവിടൊക്കെ ഖുർആൻ പഠിപ്പിച്ചത് വിശ്വാസത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അത്തരത്തിൽ വിശ്വാസം എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. മറ്റൊന്ന് അമലു സാലിഹാത്തുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. ജീവിതത്തിൽ ചെയ്ത അമലുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മുൻനിർത്തി പ്രാർത്ഥിക്കാൻ കഴിയുക എന്നത് നമ്മളുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം അവിടുന്ന് പഠിപ്പിച്ചത് കാണാം. ഗുഹയിലകപ്പെട്ട മൂന്നാളുകൾ, അവർ ഗുഹാമുഖത്ത് എത്തിച്ചേരാനുള്ള കാരണം പെട്ടെന്ന് കാർമേഘം വന്നു, പെട്ടെന്ന് മഴ വന്നു, ശക്തമായ കാറ്റും കോളും. അങ്ങനെ അവർ പെട്ടെന്നൊരു ഗുഹയിലേക്ക് അഭയം പ്രാപിക്കാണ്. ആ ഗുഹാമുഖത്തേക്ക് പ്രവേശിച്ച ഉടനെ ഒരു വലിയ പാറക്കല്ല് വന്ന് ആ ഗുഹാമുഖം മൂടിക്കളഞ്ഞു. അവർ ഗുഹയ്ക്കുള്ളിലായി. എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെടുന്ന മൂന്നാളുകളും അവർ പരസ്പരം സംസാരിച്ചത്, നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത അമലുകൾ അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ അവർ പ്രാർത്ഥന തുടങ്ങി. റസൂലുള്ളാഹി പറഞ്ഞു, ഒന്നാമൻ പ്രാർത്ഥിച്ചത് വാർദ്ധക്യത്തിലെത്തിയ എൻ്റെ മാതാപിതാക്കൾ, അവരെ ഏറ്റവും നല്ലതുപോലെ ഞാൻ എൻ്റെ മക്കളെ പരിഗണിക്കുന്നതിനേക്കാളേറെ പരിഗണന എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് റബ്ബേ. അങ്ങനെ വാർദ്ധക്യത്തിലായ മാതാപിതാക്കളെ പരിഗണിച്ചത് ഒരു നന്മയാണെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു പരിഹാരം, ഒരു വെളിച്ചം അള്ളാഹുവെ നീ സമ്മാനിക്കണേ എന്ന് ആദ്യത്തെ ആൾ പ്രാർത്ഥിക്കാണ്. രണ്ടാമൻ പ്രാർത്ഥിച്ചത്, അള്ളാഹുവെ നീ കാണും എന്ന് വിചാരിച്ചിട്ട് വ്യഭിചരിക്കാനുള്ള സകല അവസരങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരുങ്ങി വന്നു. എല്ലാ അവസരങ്ങളും വന്നു, ഒരാളും കാണാനില്ലായിരുന്നു. എൻ്റെ ബന്ധത്തിലെ ഒരു പെണ്ണാണ് അത്. എല്ലാ അവസരങ്ങളും ഒത്തുവന്നപ്പോൾ ഞാൻ അവളിലേക്ക് ചെന്നു. എനിക്ക് നിന്നെ പേടിയായിരുന്നു. അല്ലാഹുവേ ഇന്നി അഖാഫുല്ലാ, ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ആ തിന്മയിൽ നിന്ന് പിറകോട്ട് നടന്നത്. ആ തിന്മ ഞാൻ ചെയ്തില്ല റബ്ബേ, അതൊരു നന്മയായി നീ കാണുന്നുവെങ്കിൽ ഈ ദുരിതത്തിൽ നിന്ന് എനിക്ക് ഒരു വെളിച്ചം നൽകണേ എന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിക്കാണ്. മൂന്നാമൻ പ്രാർത്ഥിച്ചത് ഒരു വലിയ കച്ചവടം. അദ്ദേഹം കച്ചവടം നടത്തി, മറ്റൊരാളുടെ സമ്പത്ത് ഉപയോഗിച്ചിട്ടാണ് കച്ചവടം നടത്തിയത്. അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ കച്ചവടത്തിൽ ലഭിച്ച മുഴുവൻ സമ്പത്തും ഞാൻ അദ്ദേഹത്തിന് കൈമാറി. അതൊരു നന്മയാണെങ്കിൽ അല്ലാഹുവേ ഈ പ്രയാസം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് അത്ഭുതമാണ്. വലിയ പാറയെ ഉന്തി നോക്കി, തള്ളി നോക്കി, അവിടുന്ന് മാറിയിട്ടില്ല. എന്നാൽ അവർ അവരുടെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സന്ദർഭം എന്താണ് സംഭവിച്ചത്? റസൂലുള്ളാഹി പറഞ്ഞു, ഫൻഫജറത്തി സഖറ,
പാറ പൊട്ടിപ്പോവാണ്, പാറ നീങ്ങിപ്പോവാണ്. ഫഖറജു യംശൂന, അവർ മൂന്നാളുകളും പുറത്തേക്ക് പോയി. നോക്കണം, അത്ഭുതം സംഭവിക്കുകയാണ് ജീവിതത്തിൽ. സഹോദരങ്ങളെ, നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്തരത്തിൽ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഒന്നെടുത്തു പ്രാർത്ഥിക്കാൻ എത്ര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബിനോട് മര്യാദയ്ക്ക് അള്ളാഹുവെ, കൃത്യമായി എൻ്റെ ഈ പുരുഷായുസിൽ ഞാൻ ഒറ്റ വക്ത് നമസ്കാരവും ഖളാ ആക്കിയിട്ടില്ല, നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല. നമസ്കാരം നീ നിർബന്ധമായി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് റബ്ബേ. മുസ്തഹബ്ബാത്തായ എത്രയോ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ചു വരുന്നവനാണ്. സുന്നത്ത് നോമ്പ് എടുക്കാറുണ്ട്. അള്ളാഹുവെ, നിന്റെ കൽപ്പനകൾ മാനിച്ച് ഞാൻ പാവപ്പെട്ടവനെ സഹായിക്കാറുണ്ട്, സകാത്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ നന്മയാണെങ്കിൽ, ഞാൻ ചെയ്യുന്നത് ഒരു വലിയ ഖൈറാണെങ്കിൽ, എൻ്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവെ നീ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കാറുണ്ടോ? അത്തരത്തിൽ പ്രാർത്ഥിക്കണമെന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത്. മൂന്നാമത്തത് മനസ്സിലാക്കേണ്ടുന്നത്, ജീവിച്ചിരിക്കുന്ന സാലിഹ്യങ്ങളായ ആളുകളോട് ദുആ ചെയ്യാൻ, അത്തരത്തിൽ തവസ്സുലാക്കാൻ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചവരോടല്ല. പലപ്പോഴും സംഭവിക്കുന്നത് മരിച്ചുപോയ അമ്പിയാക്കളോട്, ഔലിയാക്കന്മാരോട്, തങ്ങന്മാരോട്, ശൈഖന്മാരോട് അത്തരത്തിലൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. ആ മാർഗമല്ല ഇസ്ലാം പഠിപ്പിച്ചത്. ജീവിച്ചിരിക്കുന്ന ആളുകളാണോ അവരോട് പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്യാം. എനിക്ക് പ്രയാസമാണ്. ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നല്ല തഖ്വയുള്ള, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, 5 നേരവും പള്ളിയിൽ വരുന്ന, റബ്ബിനെ ഭയപ്പാടോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അദ്ദേഹത്തിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നോക്കണം, ഒരു വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദാ ജാഅ റജുലുൻ ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക്, മദീന പള്ളിയിലേക്ക് ഒരു സ്വഹാബി കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, കഹ്തൽ മതർ, ഇതാ മഴയില്ല റസൂലേ, മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങി, സസ്യലതാദികൾ ഒന്നും മുളയ്ക്കുന്നില്ല, വല്ലാത്ത പ്രയാസാണ്. വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ആളുകൾ പോലും മരിച്ചു പോവല്ല റസൂലെ. അതുകൊണ്ട് എന്തു ചെയ്യണം? ഫദ്ഉല്ലാഹ യസ്ഖീന, നമുക്ക് മഴ ലഭിക്കാൻ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം റസൂലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ മിമ്പറിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൈകൾ ഉയർത്തി അവിടുന്ന് പ്രാർത്ഥിച്ചു. ഫദആ മുതിർന, ആ സന്ദർഭത്തിൽ ശക്തമായി മഴ പെയ്യാണ്, ശക്തമായി മഴ പെയ്യാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ ഒരു സ്വഹാബി വന്ന് ആവശ്യപ്പെടുകയാണ്. റസൂലുള്ള ആ സന്ദർഭത്തിൽ തന്നെ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ശക്തമായ മഴ. ഹദീസ് പരിശോധിക്കുമ്പോൾ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന മഴയാണ്. പിന്നീട് മഴയൊന്ന് മാറിക്കിട്ടാൻ സ്വഹാബി പിന്നീട് വരുന്ന സന്ദർഭങ്ങളൊക്കെ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇത്തരത്തിൽ മറ്റുള്ള ആളുകളോട്, റസൂലുള്ളയാണ് അവിടുത്തെ ഏറ്റവും തഖ്വയുള്ള ആൾ, ആ നിലക്ക് സ്വഹാബി വന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഒന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം. റസൂലിനോടല്ല മറിച്ച് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ റസൂലിനോട് ആവശ്യപ്പെടുകയാണ്. നോക്കണം, മറ്റൊരു സന്ദർഭം കൂടി കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലാണ്. അവിടുന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വസീല തേടുന്ന ഒരു സന്ദർഭം കൂടി കാണാൻ കഴിയും. ഇത്തരത്തിൽ മഴയില്ലാത്ത സന്ദർഭത്തിൽ അവിടുന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അബ്ബാസ് റളിയല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുമ്മ ഇന്ന കുന്നാ നതവസ്സലു ഇലൈക ബിനബീന. അവിടുന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയാണ്, അള്ളാഹുവിനോട് ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലിനെ കൊണ്ട് ഞങ്ങൾ തവസ്സുൽ ചെയ്യുമായിരുന്നു, റസൂലിനെ കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു മഴ ലഭിക്കാൻ. ഇന്ന് റസൂൽ ഞങ്ങളോടൊപ്പം ഇല്ല. വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബീന. എന്നാൽ ഇന്ന് അബ്ബാസ് പ്രവാചകന്റെ ഇളാപ്പയാണ്. അതുകൊണ്ട് അബ്ബാസിനെ കൊണ്ട് ഞങ്ങളിതാ അള്ളാഹുവിനോട് പ്രാർത്ഥിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഴ ലഭിച്ചു എന്നതും ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഇത്തരത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നല്ലവരായ തഖ്വയുള്ള ആളുകളോട്, സ്വാലിഹീങ്ങളായ ആളുകളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം. അതല്ലാതെ മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കാനല്ല, ചോദിക്കാനല്ല. ഈ സന്ദർഭങ്ങളൊക്കെ ഖുർആൻ എന്താണോ പഠിപ്പിച്ചത്, ഹദീസ് എന്താണോ പഠിപ്പിച്ചത്, അത് കൃത്യമായി മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ
വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ മതപരമായി എന്താണ് തവസ്സുൽ എന്നതിനെക്കുറിച്ചാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ തെറ്റായ തവസ്സുൽ ഇന്ന് സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബിൻ്റെ സാമീപ്യം ലഭിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ കോപവും റബ്ബിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള നരകത്തിലേക്കും എത്തിച്ചേരാൻ കാരണമാകും എന്നതിനെ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഷിർക്കാകുന്ന തവസ്സിൽ അത് ഖുർആൻ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഒരാൾ മരിച്ചുപോയ മൺമറഞ്ഞുപോയ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ അതല്ലെങ്കിൽ ശൈഖന്മാരാകട്ടെ തങ്ങന്മാരാകട്ടെ അവരുടെ ഖബറിൻ്റെ അടുക്കലേക്ക് ചെന്ന് തങ്ങളുടെ ആവശ്യം വിളിച്ചു പറഞ്ഞാൽ അതവർ കേൾക്കും, അവർ ഉത്തരം ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനയല്ല. റബ്ബ് മാത്രമാണ് ഒരാളുടെ പ്രാർത്ഥന കേൾക്കുന്നത് എന്നത് ഖുർആൻ ഖണ്ഡിതമായി വ്യക്തമായി പഠിപ്പിച്ചതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളോട് പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും വലിയ ഗുരുതരമായ ബാധകമാണ്. ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ സഹോദരങ്ങളെ പൊളിഞ്ഞു പോകാൻ കാരണമാകും എന്നതിനെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എനിക്ക് രോഗമാണ്, എനിക്ക് പ്രയാസമാണ്, മരിച്ചുപോയ ആളുടെ ഖബറിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് നിങ്ങളൊന്ന് എൻ്റെ രോഗം മാറാൻ അള്ളാഹുവിനോട് പറയണം എന്ന് പറയുന്നതും ഇസ്ലാമിന് വിരുദ്ധാണ്. അതൊന്നും ഖുർആൻ പഠിപ്പിച്ചതല്ല, ഹദീസിലുള്ളതല്ല. മറിച്ച് മറ്റൊന്നും ആളുകൾ സ്വീകരിക്കാറുണ്ട്. മരിച്ചുപോയ ആളുകളുണ്ട്, അവരുടെ ഹക്കും ജാഹും ബർക്കത്തും കൊണ്ട് അള്ളാഹുവെ സഹായിക്കണം. പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. എന്നാൽ മരിച്ചുപോയവരുടെ ഹക്കും ജാഹും ബർക്കത്തും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹക്ക് ജാഹു ബർക്കത്ത്, മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ഹക്ക് ജാഹു ബർക്കത്തും കൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അവർ ചെയ്ത അമലുകൾ ഒരിക്കലും നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരില്ല. അവർ ചെയ്ത നന്മകൾ അവർക്കാണ്, അവർ ചെയ്തത് അവർക്കാണ്. നമ്മളൊരിക്കലും അവരുടെ ഹക്കും ജാഹും ബർക്കത്തും ഒരിക്കലും നമുക്ക് തരില്ല. ഇത് ഇസ്ലാം പഠിപ്പിക്കാത്ത പ്രാർത്ഥനയാണ്, അത് ബിദ്അത്തായ പ്രാർത്ഥനയാണ്. ഒരിക്കലും അത്തരം പ്രാർത്ഥന, റസൂലുള്ള മരിച്ചുപോയി, എന്നാൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലിനോടും അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഉബനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ പ്രവാചകൻ്റെ ഹക്കു ജാഹു ബർക്കത്തുകൊണ്ട് അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേ എന്ന് റസൂലിന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. അവിടുന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചിട്ടില്ല. സഹോദരങ്ങളെ, കൃത്യമാണ് ഇസ്ലാം ഇത്തരത്തിൽ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെയും ഹക്കോ ജാഹോ ബർക്കത്തോ വെച്ച് പ്രാർത്ഥന ഇസ്ലാം ഒരാളും പ്രവാചകനോടൊപ്പമുള്ള സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ വിശ്വാസികളും അത്തരത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നത് നമ്മളുടെ പരലോകത്ത് ഏറ്റവും വലിയ പ്രയാസം നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഖുർആൻ എന്താണോ ശർഈയായി മതപരമായി തവസ്സുൽ വസീലത്ത് എന്താണോ ഖുർആൻ പഠിപ്പിച്ചത്, ഹദീസിൽ എന്താണുള്ളത് വളരെ കൃത്യമായി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു കൂടുതൽ പഠന വിധേയമാക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് അള്ളാഹുവെ നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. മരണത്തിൻ്റെ സമയം കെലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നാഥ പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹുവെ നീ ആജിലായ ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഫലസ്തീനികൾക്ക് അള്ളാഹുവെ നീ ആശ്വാസം നൽകണേ റഹ്മാനെ. അവരുടെ പ്രതിസന്ധികൾക്ക് അള്ളാഹുവെ നീ പരിഹാരം നൽകണേ റഹ്മാനെ. അവർക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അവർക്ക് അന്നം നൽകണേ റഹ്മാനെ. അവരെ പീഡിപ്പിക്കുന്നവരെ അള്ളാഹുവെ നീ പ്രയാസപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.